അടുത്തൊരു അടിപൊളി ക്വസ്റ്റൻ ആണ്. ബയോട്ട്-സാവേർട്സ് ലോ ഇൻ ടേംസ് ഓഫ് കറന്റ് ഡെൻസിറ്റി. നല്ലൊരു ക്വസ്റ്റൻ ആണ്. കറന്റ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. കറന്റ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു കറന്റ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നാണ് അല്ലേ. അപ്പൊ കറന്റ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മേലും താഴെയും ഞാൻ ലെങ്ത് ഉണ്ട്, ലെങ്ത് ഓഫ് ദ എലിമെന്റ് കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോഴേ ഐ എഴുതി, ഐ ബൈ എ അതുപോലെ എഴുതി, മേലും താഴെയും ഡി എൽ കൊണ്ട് ഇൻറ്റു ചെയ്തു. ഓക്കെ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമ്മുടെ കമ്പി ഇതാണ്, ഈ കമ്പിയിലെ എലിമെന്റ് ഇതാണ്, ഇതിന്റെ ലെങ്ത് ഡി എൽ ആണ്. ഓക്കെ, ഈ കമ്പിയുടെ ക്രോസ് സെക്ഷണൽ ഏരിയ എ ആണ്. അങ്ങനെയാണെങ്കിൽ എ ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ എലിമെന്റിന്റെ വോളിയം അല്ലേ. അപ്പൊ കറന്റ് ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു ഐ ഡി എൽ അതുപോലെ എഴുതി. എ ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡി എൽ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ എലിമെന്റ്. ഓക്കെ, അപ്പോൾ വോളിയം ഓഫ് ദ എലിമെന്റ്. അപ്പോൾ ഐ ഡി എല്ലിന് പകരം ഇനി നമുക്ക് എന്തോന്ന് എഴുതാം? ജെ ഡി വി എന്ന് എഴുതാം. എന്തെന്ന് എഴുതാം? ഐ ഡി എല്ലിന് പകരം ഇനി നമ്മൾ എന്തെഴുതുന്നു? ജെ ഡി വി. ഇനി ബയോട്ട്-സാവേർട്സ് ലോയുടെ ഇക്വേഷൻ പറയൂ. വെക്ടർ ഫോം പറയണം. ഡി ബി ഇസ് ഈക്വൽ ടു mu 0 by 4 pi I dl cross r divided by r cube എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇതില് ഐ ഡി എല്ലിന് പകരം ജെ ഡി വി എഴുതാം. ഐ ഡി എല്ലിന് പകരം ജെ ഡി വി. നോക്കൂ, ഡി ബി ഇസ് ഈക്വൽ ടു പറയൂ mu 0 by 4 pi അതുപോലെ എഴുതി. ഐ ഡി എല്ലിന് പകരം ജെ ഡി വി എഴുതി. ഓക്കെ, ഇതിനകത്ത് ജെ എന്ന് പറയുന്ന വെക്ടർ ആണ്. ക്രോസ് ആർ എഴുതി, ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്ന് എഴുതി. ഓക്കെ, ഈ ഡി വി എടുത്ത് ലാസ്റ്റ് വെച്ചോണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഇപ്പൊ എഴുതിയിരിക്കുന്നത് ബയോട്ട്-സാവേർട്സ് ലോ തന്നെയാണ് ഇൻ ടേംസ് ഓഫ് കറന്റ് ഡെൻസിറ്റി. സോ വാട്ട് ഈസ് യുവർ ന്യൂ ഇക്വേഷൻ? ഡി ബി ഈസ് ഈക്വൽ ടു mu 0 by 4 pi ജെ ക്രോസ് ആർ ബൈ ആർ ക്യൂബ് ഇൻറ്റു ഡി വി എന്ന് എഴുതിയിരുന്നത് ബയോട്ട്-സാവേർട്സ് ലോ ഇൻ ടേംസ് ഓഫ് കറന്റ് ഡെൻസിറ്റി ആണ്. സിമ്പിൾ അല്ലേ? ഒന്നുകൂടെ ഞാൻ സ്റ്റാർട്ടിങ്ങോട്ട് പറയാം. വാട്ട് ഈസ് ദ ആൻസർ ഓഫ് കറന്റ് ഡെൻസിറ്റി? പറയൂ. What is current density? Current density is current divided by area. So current density is equal to current divided by area. Okay. ഇനി അടുത്തത് current density is equal to current divided by area. I am multiplying numerator and denominator by length of the element. So IDL ഇവിടെ ADL. ഒരു കുഴപ്പമില്ലല്ലോ. Then current density is equal to IDL divided by what is ADL? See, this is your current carrying combi. Then this is your element, its length is dl, area of cross section of the combi is a. So a into dl is volume of this element. So volume of the element is represented as dv. No problem. So j is equal to idl divided by dv. No problem. Then what is the equation according to Biotte-Savart's law? Vector form. dv is equal to mu 0 by 4 pi I dl cross r divided by r cube. Am I right? Then instead of IDL you can substitute what? Instead of IDL you can substitute JDV. Am I right? So instead of IDL you write JDV. So here DL is vector, J is vector. So put that. So instead of IDL you write JDV. See, DB is equal to mu 0 by 4 pi. Instead of IDL you write JDV. So JDV then cross r divided by r cube. So it is not fair to write here. See, I am writing it at the end. So db is equal to vector db is equal to mu 0 by 4 pi j cross r divided by r cube into dv. So this is the Biotte-Savart's law in terms of current density. എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? So can you tell me from the beginning? See, what is the starting step? Current density. What is the equation? Current density. Say. അത് തന്നെ നിങ്ങൾ പെട്ടെന്ന് പറയൂ. Current density. Current density J is equal to I divided by A. Then current density J is equal to I divided by A. Multiplying numerator and denominator by what? Length of the element. So dl then dl. Then J is equal to IDL as such. What is ADL? Area of cross section into length of the element is volume of the element. Representation dV. Then cross it. So IDL equal to what? It is JDV. No problem. Then here DL is vector, J is vector. Then what is Biotte-Savart's law in vector form? So DB is equal to, tell me, mu 0 by 4 pi I DL cross R divided by R cube. Then what is the next step? Instead of IDL you are substituting JDV. So DB is equal to mu 0 by 4 pi
Instead of ideal, you write J dV. So J dV cross R divided by R cube. No problem. I am keeping this dV at the end. So I am writing it here. So what is the final step? Vector dV is equal to mu 0 by 4 pi J cross R divided by R cube into dV. This is Biot-Savart's law in terms of current density. എന്തായാലും ബുദ്ധിമുട്ട് തോന്നിയോ? അടുത്തതിലേക്ക് പോകല്ലോ.